നമസ്കാരം. കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് ഒരു മൈൻഡ് ഗെയിം ആണെന്ന് പറയുമ്പോഴും പലരും അതിനെ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് സത്യം. പുതുതായി മലയാളത്തിൽ ആരംഭിച്ച ബിഗ് ബോസ് മലയാളത്തിന്റെ 6ാം സീസൺ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. മത്സരാർത്ഥികൾ ഓരോരുത്തരും അവരുടെ സ്ഥാനം ഉറപ്പിക്കാനായി നെട്ടോട്ടത്തിലാണ്. ഇതിനിടെ തുടക്കം മുതൽ പ്രേക്ഷകരുടെയും സഹമത്സരാർത്ഥികളുടെയും വെറുപ്പ് സമ്പാദിച്ച താരമാണ് രതീഷ് കുമാർ. കഴിഞ്ഞ സീസണുകളിലെ ചില താരങ്ങളുടെ പ്രവർത്തികൾ അതേപടി രതീഷ് കോപ്പി അടിക്കുകയാണെന്ന ആരോപണമുണ്ട്. എന്നിരുന്നാലും വീടിനകത്തും പുറത്തും തന്റെ പേര് ചർച്ചയാക്കാൻ രതീഷിന് സാധിച്ചു. എന്നാൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ ബിഗ് ബോസ് വീടിന്റെ പടിയിറങ്ങാനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് താരം. അടുത്ത ദിവസത്തേക്കുള്ള പ്രൊമോ വീഡിയോയിലാണ് ബാഗുമെടുത്ത രതീഷ് പുറത്തേക്ക് പോകുന്നതായി കാണിക്കുന്നത്. താൻ ഷോയിൽ നിന്നും പിന്മാറുകയാണെന്ന് രതീഷ് സ്വയം തീരുമാനിക്കുകയായിരുന്നു. വീടിനകത്ത് വെച്ച് തന്റെ തെറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ ഷോയിൽ നിന്ന് പുറത്തേക്ക് പോകുമെന്ന ഒരു വാക്ക് തർക്കത്തിനിടെ സിജോയുമായി രതീഷ് വെല്ലുവിളിച്ചിരുന്നു. എന്നാൽ താങ്കൾ നിലപാടില്ലാത്ത ആളാണെന്നടക്കം പറഞ്ഞ സിജോ രതീഷിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം നടൻ സുരേഷ് മേനോനുമായി ഉണ്ടായ വാക്ക് തർക്കമാണ് പുതിയ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് സൂചന. സുരേഷ് സംസാരിക്കുന്നതിനിടയിൽ അനാവശ്യമായി ഇടപെടാൻ വന്ന രതീഷിനെ താരം ആഞ്ഞടിക്കുകയായിരുന്നു. രതീഷുമായി സുരേഷ് മേനോൻ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത് പ്രമോയിൽ കാണിക്കുന്നു. സുരേഷ് സംസാരിക്കുന്നതിനിടെ കയറി പ്രകോപനപരമായി രതീഷ് സംസാരിച്ചതോടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. മിണ്ടാതിരിക്കാനും താൻ പറഞ്ഞതിനു ശേഷം പ്രതികരിക്കാനും സുരേഷ് ആവശ്യപ്പെട്ടെങ്കിലും രതീഷ് അതിന് സമ്മതിക്കാതെ പ്രകോപിതനാവുകയായിരുന്നു. ഈ വാക്കുതർക്കം അതിരുകടന്നു. ഒടുവിൽ കയ്യാങ്കളിയിലേക്ക് വരെ എത്തി. ബിഗ് ബോസ് പറയുകയാണെങ്കിൽ പുറത്തേക്ക് പോകാമെന്ന നിലപാടിലേക്ക് താരമെത്തി. എന്നാൽ ഞാൻ ഈ ഷോയിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞതിന് പിന്നാലെ തന്റെ ബാഗ് പാക്ക് ചെയ്ത രതീഷ് മെയിൻ ഡോറിന് മുന്നിലേക്ക് വരികയാണ്. അദ്ദേഹം പുറത്തേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളത് ഈ എപ്പിസോഡിൽ കൂടിയേ വ്യക്തമാവുകയുള്ളൂ. സമയത്തിനുള്ളിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ സാധിച്ചെങ്കിലും വ്യാപകമായി വിമർശനങ്ങളാണ് രതീഷിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരളീയം.